ഹലോ വെൽക്കം ലാക്സ്റ്റ് മലയാളം. ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്നത് അൽ റിഹാബ് സുൽത്താൻ എന്ന പെർഫ്യൂം ഓയിലാണ്. ഇത് പെർഫ്യൂമായിട്ടും വരുന്നുണ്ട്, പക്ഷെ ഞാൻ ഇതിൻ്റെ പെർഫ്യൂം ഓയിൽ മാത്രമേ ട്രൈ ചെയ്തിട്ടുള്ളൂ. ഈ ഒരു വൈറ്റ് കളർ ഡിസൈൻ കാണുമ്പോൾ ഇത് അൽ റിഹാബ് അവന്യൂ, അതേപോലെ അൽ റിഹാബ് സിൽവർ തുടങ്ങിയ പെർഫ്യൂംസിൻ്റെ ഒക്കെ ഒരേ ഒരു അതേ ഒരു ലുക്കാണ് ഇതിന് വരുന്നത്. സോ ഞാനത് പലപ്പോഴും ഇതിങ്ങനെ ഷോപ്പിലൊക്കെ ഇരിക്കുന്നത് കാണുമ്പോൾ ഞാനിത് സിൽവർ ആണെന്ന് കരുതുന്നത്. കാരണം പേര് ഇവിടെ സുൽത്താൻ എന്നാകുമ്പോൾ ഏതാണ്ടൊക്കെ ഒരു സിമിലർ ആയിട്ടുള്ള ഒരു ഇതിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ ഞാൻ സിഗ്നേച്ചർ സെൻസിൽ ഇങ്ങനെ നോക്കുമ്പോൾ എപ്പോഴും ഓർഡർ വരുന്ന ഒരു പ്രോഡക്റ്റാണ് ഈ സുൽത്താൻ എന്നുള്ളത്. അപ്പോൾ അതെന്തുകൊണ്ടാണ് ഇതിങ്ങനെ ആളുകൾ എപ്പോഴും വാങ്ങിക്കുന്നത് എന്നറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു ദിവസം ജസ്റ്റ് ഇത് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഈവൺ തോ ഇതിൻ്റെ പേര് സുൽത്താൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ടെങ്കിലും ഇതിന് ഫ്രാഗ്രൻസ് ഇത് നല്ലൊരു ഫ്രഞ്ച് വൈബാണ് തരുന്നത്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ വരുന്നത്. ഇത് പുതിയ ബാച്ചാണ് കേട്ടോ. ഈ സാധനം നല്ല എന്താ പറയുക, ഒരു ടോപ്പ് സെല്ലിംഗ് ആയിട്ടുള്ള ഒരു പെർഫ്യൂം ആയതുകൊണ്ട് എപ്പോഴും പുതിയ ബാച്ചിൽ ഈ സാധനം കിട്ടാറുണ്ട്. സോ റോൾ ഓൺ ആണ്. പിന്നെ അൽ റിഹാബ് എല്ലാവർക്കും അറിയുന്നതല്ലേ. അപ്പോൾ ഞാനത് ഓൾറെഡി അപ്ലൈ ചെയ്യുന്ന പെർഫ്യൂമാണ്. ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്തിട്ട് ഇതിൻ്റെ ഫ്രാഗ്രൻസ് എങ്ങോട്ട് പറയാം. ഒരു അരോമാറ്റിക് സ്പൈസി ഫ്രാഗ്രൻസ് ആണ്. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഇത് നല്ല ഫ്രഷ്നെസ് ആണ് ഇതിൻ്റെ ഓപ്പണിങ്ങിൽ കിട്ടുന്നത്. നമ്മുടെ ഒരു ടിപ്പിക്കൽ ഒരു ഫ്രഷ് പെർഫ്യൂമിൽ നിന്ന് കിട്ടുന്ന ഒരു ഫ്രാഗ്രൻസ്. അത് കഴിയുന്നതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു സ്പൈസി നോട്ട്സ്, അതായത് ഒരു കാഡമം, സിനമൺ, പിന്നെ അതേപോലെ തന്നെ കുറച്ച് ഒരു ജിഞ്ചർ, ഇങ്ങനത്തെ പോലത്തെ കുറേ സ്പൈസസിൻ്റെ ഫ്രാഗ്രൻസ് ആണ് പിന്നീട് മിഡിൽ നോട്ട്സിൽ വരിക. അതിൻ്റെ കൂടെ തന്നെ ഈ സ്പൈസസിൻ്റെ കൂടെ തന്നെ നമുക്കൊരു അരോമാറ്റിക് ടച്ചും വരുന്നുണ്ട്. അതായത് കുറച്ച് വൈറ്റ് ഫ്ലോറൽ അരോമാറ്റിക് ടച്ച്. അപ്പോൾ അങ്ങനത്തെ ഒരു വെള്ള പൂക്കള സ്മെല്ലും കുറച്ച് സ്പൈസസിൻ്റെ സ്മെല്ലും എല്ലാം കൂടി ചേർന്നിട്ടുള്ള ഒരു മിഡിൽ നോട്ട്സാണ് ഈ പെർഫ്യൂമിനുള്ളത്. പിന്നീട് ഇത് ഡ്രൈ ഡൗണിൽ നമുക്കൊരു വൂഡി ഫ്രാഗ്രൻസ് വരുന്നുണ്ട്. ആ വൂഡി നമുക്കിതിൽ വിസിബിൾ ആണ്. ചില പെർഫ്യൂംസിൽ നമ്മൾ ഡ്രൈ ഡൗണിൽ വൂഡി ഉണ്ട് എന്ന് പറഞ്ഞാലും അതങ്ങനെ അങ്ങോട്ട് കാണാറില്ല. എന്താ പറയുക, അത്രയും എക്സ്ട്രീമായിട്ട് സ്നിഫ് ചെയ്യാൻ പറ്റുന്നവർക്ക് അത് കിട്ടാറുള്ളൂ. പക്ഷേ ഇവിടെ നമുക്ക് വൂഡി ഫ്രാഗ്രൻസും കിട്ടുന്നുണ്ട്. അപ്പോൾ ഇത് ഏത് പെർഫ്യൂമിനെ ഇൻസ്പയർഡ് ആണെന്ന് ചോദിച്ചാൽ ഇത് എനിക്ക് പെട്ടെന്ന് ഞാൻ യൂസ് ചെയ്ത ഒരു പെർഫ്യൂമായിട്ട് എനിക്കിത് ബന്ധം തോന്നിയില്ല. അപ്പം ഞാൻ ഫ്രാഗ്രൻറ്റിക്ക എടുത്ത് നോക്കിയപ്പോൾ അതിൽ ഒരുപാട് പെർഫ്യൂംസിനായിട്ട് ഇത് ഇൻസ്പയർഡ് ആണെന്ന് പറയുന്നുണ്ട്. മറ്റേ വിക്ടർ ആൻഡ് റോൾഫ് സ്പൈസ് ബോംബിനായിട്ട് ഇൻസ്പയർഡ് ആണെന്ന് പറയുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ DKNYയുടെ ഒരു പെർഫ്യൂമായിട്ട് ഇൻസ്പയർഡ് ആണെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചില പെർഫ്യൂംസായിട്ടൊക്കെ ബന്ധം പറഞ്ഞ് നോക്കിയപ്പോൾ ഞാൻ സ്പൈസ് ബോംബിൻ്റെ കേട്ടിട്ടുള്ളതാണ്. അപ്പോൾ അതെടുത്ത് നോക്കിയപ്പോൾ വലിയ ബന്ധമൊന്നുമില്ല. ഒരു സ്പൈസി ടച്ച് അതിലുണ്ട് എന്നുള്ളതുകൊണ്ട് അതിനെ ഇൻസ്പയർഡ് ആണെന്ന് പറയാൻ പറ്റില്ല. ചെറിയ രീതിയിലുള്ളൊരു ബന്ധമുള്ളൂ. പക്ഷേ എന്നാലും അതിൽ നല്ലോണം ബന്ധം തോന്നിക്കുന്ന ജോമലോൻ്റെ ഒരു പെർഫ്യൂം ഉണ്ട്. അപ്പോൾ അത് അങ്ങനെ ഏതൊക്കെയോ പെർഫ്യൂംസിൻ്റെ ഇൻസ്പയർഡ് ആണത്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യാത്തൊരു പെർഫ്യൂമിൻ്റെ ഇൻസ്പയർഡ് ആയതോടൊപ്പം എനിക്കത് ഇന്നതിൻ്റെതാണെന്ന് പറയാൻ പറ്റില്ലല്ലോ, അല്ലെങ്കിൽ എൻ്റെ കയ്യിൽ ഇല്ലാത്തൊരു പെർഫ്യൂമിൻ്റെ. അപ്പോൾ അതുകൊണ്ട് ഇത് നോക്കിയപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കുറേ ബന്ധങ്ങൾ കാണുന്നുണ്ട്. എന്തായാലും ഒക്കെ ഫ്രഞ്ച് വൈബുള്ള പെർഫ്യൂംസാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. ഇതിൻ്റെ പെർഫോമൻസ് പറയുകയാണെങ്കിൽ ഇത് ഭയങ്കര ലൗഡായിട്ടുള്ള ഒരു ഫ്രാഗ്രൻസ് ഒന്നുമല്ല. ഇതൊരു 2.5 to 3 hours വരെ പ്രൊജക്റ്റ് ചെയ്തിട്ട് അവിടുന്ന് ഒരു 5 to 6 hours വരെ ലാസ്റ്റ് ചെയ്യുന്ന ഒരു പെർഫ്യൂം ഓയിൽ. കുറച്ച് കൂടുതൽ അപ്ലൈ ചെയ്താൽ ചിലപ്പോൾ ഒരു 7 hours വരെ നിൽക്കും മാക്സിമം. അങ്ങനത്തെ ഒരു പെർഫ്യൂം ഓയിലായിട്ടാണ് എനിക്കിത് ഫീൽ ചെയ്തത്. ഓഫീസ് യൂസിനാണ് പറ്റുക. പുറത്തൊക്കെ അപ്ലൈ ചെയ്താൽ പെട്ടെന്ന് പോകും. കാരണം അങ്ങനത്തെ ഒരു ഭയങ്കര സ്ട്രെങ്ത് ഉള്ള ഒരു ഓയിലല്ല. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. നല്ലൊരു ഫ്രാഗ്രൻസ്, ഒരു സ്പൈസി അരോമാറ്റിക് ഫ്രാഗ്രൻസ് നോക്കുന്നവർക്ക് കൺസിഡർ ചെയ്യാൻ പറ്റിയതാണ്. വാങ്ങിക്കാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം. That's all for this video. Thanks for watching.